നിറത്തിന്റെ പേരിൽ പോലും, അദ്ദേഹം ഏത് ജാതിയാണെന്നറിയാത്ത തൃശ്ശൂരുകാരല്ലാത്ത ആളുകൾ അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിൽ പോലും അപമാനിച്ചിറക്കി വിടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കലാഭവൻ മണിയിൽ നിന്ന് തുടങ്ങണം സിനിമാ മേഖലയിലെയും കലാമേഖലയിലെയും ഒരു കൃത്യമായ ക്ലീൻസിങ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറഞ്ഞു വെക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ കലാരംഗത്ത് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ ഈ ഒരു അവസരത്തിൽ. ദളിതരെ സിനിമ പഠിക്കാൻ വന്ന റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 99% മാർക്കുള്ള സംവിധായകനാകാനും സഹസംവിധായകനാകാനും എന്നൊക്കെ വന്നിട്ടുള്ള സിനിമാറ്റോഗ്രാഫി പഠിക്കാനൊക്കെ വന്നിട്ടുള്ള പിള്ളേരെ കക്കൂസ് കഴുകാൻ വിടുന്ന സാഹചര്യം. സവർണ മേധാവിത്വം വെറുതെ പറയുന്നതല്ല, സവർണ മേധാവിത്വം. ഇവനൊന്നും നാളെ ഒരു ക്യാമറ പിടിച്ചു വരുമ്പോൾ അതിന് മുമ്പിൽ ഒരു വെളുത്തവനോ അല്ലെങ്കിൽ വെളുത്ത സ്ത്രീയോ ഉണ്ടാകും. അവന്റെ ഒന്നും ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കറുത്തവന്റെയോ അല്ലെങ്കിൽ ദളിതന്റെയോ ഒന്നും പേരിൽ ഈ നാട്ടിൽ ഏതെങ്കിലും സിനിമാ തിയേറ്ററുകളോ സിനിമാ സംഘങ്ങളോ സാംസ്കാരിക ഇടങ്ങളോ ഇല്ലാതിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലാതിരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല.